السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. പരിശുദ്ധമായ ഇത്തികാഫിന്റെ നിയ്യത്തോടുകൂടി അള്ളാഹുവിൻ്റെ ഭവനത്തിലിരിക്കുന്ന ഇരുത്തും അള്ളാഹു സ്വാലിഹായ അമലായി നമ്മൾ സ്വീകരിക്കട്ടെ. നമ്മൾ ചെയ്യുന്ന സുഹൃതങ്ങളൊക്കെ നാളെ ആഖിറത്തിൽ ഉപകരിക്കുന്ന അമലായി അള്ളാഹു നമ്മൾ കബൂൽ ചെയ്യട്ടെ. നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, നമുക്ക് വേണ്ടപ്പെട്ടവർ, പ്രത്യേകിച്ച് നമ്മുടെ പള്ളിക്ക് ചുറ്റും മന്തിയുറങ്ങുന്നവർ, അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും പ്രദാനം ചെയ്യട്ടെ. ഈ ദുനിയാവിൽ ജീവിക്കുമ്പോൾ അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്യപ്പെട്ടവരാണ് നമ്മളൊക്കെ. ശരീരത്തിൽ അനുഗ്രഹം നൽകിയിട്ടുണ്ട്, സമ്പത്തിൽ അനുഗ്രഹം നൽകിയിട്ടുണ്ട്, അല്ലാതെയും ഒരുപാട് അനുഗ്രഹങ്ങൾ അള്ളാഹു നമുക്ക് നൽകിയിട്ടുണ്ട്. ഈ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടില്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ടല്ലോ, ലൈൻ ശകർതും ലഅസീദന്നകും വലൈൻ ഗഫർതും ഇന്ന അദാബി ലശദീദ്. നിങ്ങൾക്ക് ഞാൻ നൽകിയിട്ടുള്ള ഈ അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ നന്ദി കാണിച്ചിട്ടില്ലെങ്കിൽ എൻ്റെ അദാബ് വളരെ ഗൗരവമാണ്, വളരെ ശക്തമാണ് എന്ന വിഷയം നിങ്ങൾ അറിയണമെന്ന് പരിശുദ്ധ ഖുർആൻ അറിയിക്കുക. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള വലിയ അനുഗ്രഹമാണ് നമ്മുടെ സമ്പാദ്യം എന്നുള്ളത്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സമ്പത്ത്. പക്ഷേ ഈ സമ്പാദ്യത്തിനെ പറ്റി പരിശുദ്ധമായ സൂറത്തു തൗബയിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുന്ന ഒരൊറ്റ ആയത്തുണ്ട്, അത് മാത്രം സൂചിപ്പിച്ച് ഞാൻ നിർത്താം. വല്ലദീന യക്നിദൂന الذهب والفضة ولا ينفقونها في سبيل الله. നബിയേ, സമ്പത്തിനെ, സ്വർണത്തിനെയും വെള്ളിയെയും നിധിയായി, സേവിങ് അസറ്റായി, തന്റെ വലിയ സമ്പാദ്യമായി കൊണ്ടു നടക്കുന്ന മനുഷ്യരുണ്ട്. വല്ലദീന യക്നിദൂന الذهب والفضة, അവൻ നേടിയെടുത്ത സമ്പാദ്യങ്ങൾ, ആ സമ്പാദ്യങ്ങളൊക്കെ പടച്ച റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ അതൊക്കെ എൻ്റെ സമ്പാദ്യമാണെന്ന് പറഞ്ഞ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുകളിലോ നമ്മുടെ അലമാരയിലോ നമ്മുടെ മറ്റേതെങ്കിലും ഇൻവെസ്റ്റ്മെന്റുകളോ നമ്മൾ നടത്തിയിട്ട് ആ സമ്പാദ്യം വെക്കുന്ന സമ്പാദ്യമുണ്ടല്ലോ, അല്ലാഹുവിന്റെ റസൂലിനോട് പറയാണ്, ഫബശ്ശിറുഹും ബിഅദാബിൻ അലീം, അവർക്ക് വേദനാജനകമായ ശിക്ഷ കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കണേ നബിയെ എന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാം. നമ്മൾ പലപ്പോഴും ധരിച്ചിരിക്കുന്ന അങ്ങനെയാ പ്രിയപ്പെട്ടവരെ, നമ്മൾ നേടിയെടുത്ത സമ്പത്ത് അത് എൻ്റെ കഴിവ് കൊണ്ട്, എൻ്റെ ജോലി കൊണ്ട്, എൻ്റെ ബിസിനസിന്റെ സാമർഥ്യം കൊണ്ട് നാം നേടിയെടുത്തതെന്ന് കരുതുന്ന ഈ സമ്പത്ത് ഉണ്ടല്ലോ, ഇങ്ങനെ നേടിയെടുക്കുന്ന സമ്പത്ത് നാളെ ആഖിറത്തിൽ നമുക്ക് തന്നെ ഭവിഷ്യത്തായി വരും. ശേഷം പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, യൗമ യുഹ്മാ അലൈഹാ ഫീ നാരി ജഹന്നം. ആ നേടിയെടുത്ത സമ്പത്തുണ്ടല്ലോ, നീ സമ്പാദ്യമായി സമ്പാദിച്ചു വെച്ചിട്ടുള്ള സമ്പാദ്യമുണ്ടല്ലോ, സ്വർണത്തിനെയും വെള്ളിയെയും മറ്റുള്ള ബിസിനസ് കൊണ്ടും നീ നേടിയെടുത്ത സമ്പാദ്യം, യൗമ യുഹ്മാ അൻ അലൈഹാ ഫീ നാരി ജഹന്നം, നരകത്തിൽ വെച്ചിട്ട് അതിനോട് ചൂടാക്കപ്പെടും. ആ സ്വർണത്തിനെ, ആ വെള്ളിയെ നീ എന്തൊരു നിധിയാണോ കൊണ്ടു നടന്നത് അതിനെ നരകത്തിൽ വെച്ച് ചൂടാക്കും. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ തന്നെ പറയാണ്, ഫത്ഖുവാ ബിഹാ ജിബാഹുഹും വജുനൂബുഹും വളുഹൂറുഹും, അവന്റെ നെറ്റിത്തടങ്ങള്, അവന്റെ സൈഡ് ഭാഗങ്ങള്, അവന്റെ പുറം ഭാഗങ്ങൾ എന്ന് വേണ്ട, അവനെ തന്നെ, അവൻ എന്തിനു വേണ്ടിയിട്ടാണോ ആ സമ്പാദ്യം ഉണ്ടാക്കി വെച്ചത് ആ സമ്പാദ്യം കൊണ്ട് അവനെ കരിയിച്ചു കളയുമെന്ന് പരിശുദ്ധ ഖുർആൻ പറയാം. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്, ഇതൊക്കെ എന്തുകൊണ്ടാ? ഇതൊക്കെ നീ നേടിയെടുത്തിട്ടുള്ള, നീ സമ്പാദിച്ചു വെച്ചിട്ടുള്ള, എന്തിനു വേണ്ടി? കനസ്തും ലി അൻഫുസിക്കും, നിന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ പറഞ്ഞിട്ടുള്ള സംഗതിയിലൊന്നും ചെലവഴിക്കാതെ നിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നീ സമ്പാദിച്ചിട്ടുള്ള സമ്പാദ്യം കൊണ്ട് നിന്നെ തന്നെ കരിച്ചു കളയുമെന്നോ പരിശുദ്ധ ഖുർആനിൽ പറയാണ്. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അറിയിച്ചു കൊടുക്കാൻ പരിശുദ്ധ റബ്ബ് ശേഷം പറയാണ്, ഫദൂഖൂ ബിമാ കുൻതും തക്നിസൂൻ, അനുഭവിക്കടോ. അല്ലാഹ് പറയുന്നത് അങ്ങനെയാ, ഫദൂഖൂ ബിമാ കുൻതും തക്നിസൂൻ, നീ ഇങ്ങനെ സമ്പാദ്യം ചെലവഴിക്കാതെ, യഥാർത്ഥ മാർഗത്തിൽ ചെലവഴിക്കാതെ, ചെലവഴിക്കേണ്ടടുത്ത് ചെലവഴിക്കാതെ, അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ, സമ്പാദ്യമായി, നിന്റെ നിത്യസമ്പാദ്യമായി കൊണ്ടു നടക്കുന്ന സമ്പാദ്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് കാരണമായിട്ട് ഈ നരകത്തിന്റെ ശിക്ഷ, നിന്നെ ഈ സമ്പത്ത് കൊണ്ട് തന്നെ കരിച്ചു കളയുന്ന ശിക്ഷ നീ അനുഭവിക്കണമെന്നോ പരിശുദ്ധ ഖുർആൻ പറയാം. പ്രിയപ്പെട്ടവരെ, നമ്മൾ ധരിക്കേണ്ട ഒരുപാട് സത്യങ്ങൾ ഇതിലുണ്ട്, തിരിച്ചറിയേണ്ട ഒരുപാട് യാഥാർത്ഥ്യങ്ങളുണ്ട്. നമ്മളിപ്പോയെങ്കിലും ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ സമ്പത്ത് നമ്മളിങ്ങ് മരിച്ചു കഴിഞ്ഞാൽ, ഞാനോ നിങ്ങളോ മരിച്ചു കഴിഞ്ഞാൽ നാളെ ആ സമ്പത്ത് നമ്മുടെ മക്കളിലേക്ക് പോകാൻ, അനന്തരമായിട്ട് പോകാൻ. പിന്നെ അതുകൊണ്ട് എന്ത് റാഹത്താ നമുക്കുള്ളത്? അവൻ ആ സമ്പത്ത് ചെലവഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ പ്രതിഫലം നമുക്കല്ല, അത് പിന്നെ അവന്റെ സമ്പത്താ, നമ്മളെ സമ്പത്തല്ല.
എന്നാൽ ജീവിക്കുന്ന കാലത്ത് ഈ സമ്പത്ത് കൊണ്ട് നരകമാണോ നേടേണ്ടത്, നരകമോചനമാണോ നേടേണ്ടത് എന്ന് തിരിച്ചറിയേണ്ട സമയമാണ് അള്ളാഹു നമുക്ക് സമ്പാദ്യം നൽകുന്ന ഓരോ സമയം എന്നുള്ളത്. ഇവിടെ തിരിച്ചറിവുണ്ടാവണം പ്രിയപ്പെട്ടവർ. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള ഈ സമ്പാദ്യം കൊണ്ട് എന്നെയും നിങ്ങളെയും നരകത്തിൽ കരയിക്കാനാണോ ഈ സമ്പാദ്യം നമ്മൾ ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ നരകത്തിൽ നിന്നുള്ള മോചനം കൊണ്ടാണോ? ഈ ആയത്തിറങ്ങിയ സമയത്താണ് സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, സ്വഹാബത്തിനൊക്കെ വല്ലാത്ത പ്രയാസമായി പോയി. എല്ലാവരുടെ അടുത്തും കുറച്ച് സമ്പാദ്യം ഉണ്ടാവുമല്ലോ പ്രിയപ്പെട്ടവരെ, ചെറുതും വലുതുമായിട്ടുള്ള സമ്പാദ്യം ഉണ്ടാവും. റസൂലുള്ളാഹിന്റെ അടുത്ത് പോയി പറഞ്ഞു, നബിയെ, ഇത് സ്വഹാബത്തിനൊക്കെ വല്ലാത്ത ബുദ്ധിമുട്ടാണ്. ഈ ആയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ള ആയത്ത്, എല്ലായിടത്തും ചെറിയ സമ്പാദ്യം ഉണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ആ കൻസേത, ആ നിധി ഏതാ? അതിന്റെ കൃത്യമായ ബാധ്യതകൾ വീട്ടാത്ത സമ്പത്താണ്. ബാധ്യതകളിൽ ഒന്നാമത്തത് അവന്റെ സക്കാത്താണ്. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് നൽകിയിട്ടുള്ള സമ്പാദ്യം കൃത്യമായി ചെലവഴിച്ചിട്ടില്ലെങ്കിൽ ആ സമ്പത്ത് ബ്ലാക്ക് മണിയാണ്. അതുകൊണ്ട് അവനെ നരകത്തിൽ ശിക്ഷിക്കപ്പെടും. രണ്ടാമത്തെ കേവലം സക്കാത്ത് കൊണ്ട് മാത്രം ഒഴിവാകുന്നില്ല, സമ്പത്തിന്റെ ബാധ്യതകൾ സക്കാത്ത് കൊണ്ട് മാത്രം ഒഴിവാകൂല. ഒരു നാട്ടിൽ പാവപ്പെട്ട ഒന്നുമില്ലാത്തൊരു മനുഷ്യനുണ്ടെങ്കിൽ, ആ നാട്ടിൽ സമ്പന്നന്മാരായ ആളുകളുണ്ടെങ്കിൽ, ആ പാവപ്പെട്ടവനെ സഹായിക്കൽ ആ നാട്ടിലെ എല്ലാ സമ്പന്നന്മാരുടെ മേലും ഫർള് കിഫയാണെന്ന ശരീഅത്ത് പഠിപ്പിക്കുന്നത്. നിർബന്ധ ബാധ്യതയാണ്. അവന്റെ ഔദാര്യമൊന്നുമല്ല, അതവന്റെ ഔദാര്യമൊന്നുമല്ല. ആ പാവപ്പെട്ടൻ എന്തിന്റെ പേരിലായിക്കോട്ടെ, വീടിന്റെ പേരിലോ അല്ലെങ്കിൽ വിവാഹത്തിന്റെ പേരിലോ രോഗത്തിന്റെ പേരിലോ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു മനുഷ്യൻ ആ നാട്ടിലുണ്ടെങ്കിൽ, ആ നാട്ടിൽ സമ്പത്തുള്ളവരുണ്ടെങ്കിൽ, എല്ലാ സമ്പന്നന്മാരുടെ മേലും നിർബന്ധമായ ബാധ്യതയാണ് അവനെ സഹായിക്കൽ. ആരും അവനെ സഹായിച്ചിട്ടില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാ. ആരെങ്കിലും ഒരാൾ സഹായിച്ചാൽ എല്ലാവരും കുറ്റത്തിൽ നിന്ന് മോചിതനാണ്. പിന്നെയോ സുന്നത്തായ ഒരുപാട് ബാധ്യതകളുണ്ട്. ആ ബാധ്യതകൾ നിറവേറ്റണമെന്ന മുഫസ്സിരിങ്ങൾ പറയുന്നത് സുന്നത്തായ സ്വതക്കകൾ. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സമ്പത്തിൽ നിന്ന് വർഷത്തിലൊരിക്കലെങ്കിലും അള്ളാഹിന്റെ മുമ്പിൽ ഒരു കുർബാന നടത്തുക എന്നുള്ളത്, ഒരു അറിവ് നടത്തുക എന്നുള്ളത്, ഒരു രക്തം ചൊരിക്കുക എന്നുള്ളത്, അതിനുള്ള പ്രധാനപ്പെട്ട സമയത്തിലേക്കാണ് പരിശുദ്ധമായ ദുൽഖഅദ മാസത്തിൽ, ദുൽഹിജ്ജ മാസത്തിൽ നമ്മൾ കടന്നിട്ടുള്ളത്. ഉളിഹത്ത് കർമ്മം ശക്തമായ സുന്നത്താണ്, ചില മദ്ഹബിൽ നിർബന്ധമാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള സമ്പത്തിൽ നിർബന്ധമായ ബാധ്യതയാണ് ഉളിഹത്ത് കർമ്മം എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ എല്ലാത്തിനും സാധനത്തിന് വില കൂടുമ്പോൾ ഉളിഹത്തിന് ഒരു ഷെയറിനൊക്കെ ഒരു 12,000 അല്ലെങ്കിൽ 13,000 അത് കൊടുക്കാൻ നമ്മുടെ സമ്പത്ത് കൊണ്ട് നമ്മൾ ചെലവഴിച്ചിട്ടില്ലെങ്കിൽ അത് വലിയ ഭാരമാകും. എവിടെയാ ചിന്തിക്കേണ്ടത്? മഹദി ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നുണ്ട്, ഉളിഹത്തിന്റെ കർമ്മത്തിന് വേണ്ടി ഫാത്തിമ നീ നിൽക്കണം, അതിന് വേണ്ടി നീ സാക്ഷി നിൽക്കണം. കാരണം എന്തെന്നറിയുമോ? അതിനറുക്കുന്ന സമയത്ത് അതിന്റെ ആദ്യത്തെ തുള്ളി ബ്ലഡ് അത് ആ ഭൂമിയിലേക്ക് ഊറ്റുന്നതിന്റെ മുമ്പ് തന്നെ നിന്റെ സകലമാന പാപങ്ങളും പൊറുപ്പിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി. നമ്മളൊക്കെ ചെയ്തു കൂട്ടിയിട്ടുള്ള തമ്മാടിത്തരങ്ങളും മോശത്തരങ്ങളും പൊറുപ്പിക്കാൻ ഈ സമ്പത്ത് കൊണ്ട് നമ്മൾ നേടിയെടുക്കണോ? അല്ല, അള്ളാഹ് നമുക്ക് നൽകിയിട്ടുള്ള സമ്പത്ത് നാളെ നരകത്തിൽ നമ്മളെ തന്നെ കത്തിക്കാനുള്ള വിറകാക്കി മാറ്റണോ എന്ന് പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിക്കണം. അള്ളാഹ് നമുക്ക് നൽകിയിട്ടുള്ള സമ്പത്ത് ഒരു പക്ഷേ ഇന്നോ നാളെയോ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ആ സമ്പത്ത് മറ്റൊരു വഴിയിലേക്ക് നീങ്ങുകയാണ്. പിന്നെ എന്തിനു നമ്മൾ സമ്പാദിച്ചു? ഈ സമ്പാദ്യം പിന്നെ മക്കൾ ഉപയോഗിക്കുമ്പോൾ അവർ ചെലവഴിച്ചാൽ അതിന്റെ കൂലി അവർക്കാ. ജീവിക്കുന്ന കാലത്ത് ഈ സമ്പത്ത് കൊണ്ട് ആഖിറത്തിലേക്ക് നേടിയെടുക്കാൻ, നമ്മളെ കത്തിക്കുന്ന നരകത്തിന്റെ വിറകാകത്തിരിക്കാൻ നമ്മളൊക്കെ ശ്രദ്ധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ സമ്പത്തൊക്കെ നിത്യമായി നിലനിൽക്കാൻ അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. എങ്ങനെയാണോ അതിന്റെ കടമകൾ നിർവഹിക്കേണ്ടതെങ്കിൽ അതിന്റെ യഥാർത്ഥ രീതിയിൽ നിർബന്ധവും സുന്നത്തുമായിട്ടുള്ള അതിന്റെ ബാധ്യതകൾ നിറവേറ്റാൻ അല്ലാഹു ഞങ്ങൾക്കൊക്കെ നീ തൗഫീഖ് നൽകണം തമ്പുരാനെ. ഞാൻ പറഞ്ഞു കൊണ്ടുവരുന്നത്, നമുക്ക് അല്ലാഹു സമ്പത്ത് നൽകിയിട്ടുണ്ടെങ്കിൽ നല്ലൊരു സമയമാണ് നമ്മളിലേക്ക് കടന്നു വരുന്നത്. ഒരു 12,000 രൂപ കഴിഞ്ഞ, അതല്ല ഒരു കന്നിനെ തന്നെ അറുക്കാൻ കഴിയുന്ന ആളുകളാണെങ്കിൽ അവർ കേവലം ഒരു ഷെയറിന് കൂടാതെ അവർ കന്നിനെ തന്നെ അറുത്തിട്ട് അള്ളാഹ് നമുക്ക് നൽകിയ സമ്പത്തിന്റെ കൃത്യമായ ബാധ്യതകൾ നിറവേറ്റാൻ എന്നെ കൊണ്ടും നിങ്ങളെ കൊണ്ടും സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ വർഷത്തിനേക്കാൾ നല്ല രീതിയിൽ ഈ വർഷവും ആ ഉളിഹത്ത് കർമ്മം നമ്മുടെ മഹല്ലത്തിൽ നടക്കാൻ, ഞാൻ കുറ്റപ്പെടുത്തല്ല, നമ്മുടെ മഹല്ലത്തിലൊക്കെ വളരെ സുന്ദരമായ രീതിയിൽ എല്ലാവരും അതിൽ പങ്കെടുത്തിട്ട് നടക്കുന്ന കർമ്മമാണ്. അള്ളാഹു ഇത്രയും കാലം നമ്മൾ നിർവഹിച്ചിട്ടുള്ള എല്ലാ കർമ്മങ്ങളും അള്ളാഹു നമ്മൾ കബൂൽ ചെയ്യുമാറാവട്ടെ. ഈ ഓരോ വർഷം വരുമ്പോഴും അതിന്റെ സുന്നത്ത്, മുഅക്കദായ സുന്നത്ത്, അവന്റെ പെരുന്നാൾ ദിവസത്തിൽ അവനക്കും അവൻ ചെലവ് കൊടുക്കൽ നിർബന്ധമായ ആളുകൾക്കും അവരുടെ ചെലവും പാർപ്പിടവും കഴിച്ചതിന് ശേഷം ഒരു ഉളിഹത്തിന്റെ ഒരു 12,000 രൂപ ഒരുക്കാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കന്നിനിറക്കാൻ 60, 70, 80 രൂപയാണെങ്കിൽ അത് അവന്റെ കയ്യിൽ മിച്ചമുണ്ടെങ്കിൽ നമ്മുടെ മദ്ഹബ് അനുസരിച്ച്
ശക്തമായ സുന്നത്താണ്, ചില മദ്ഹബ് അനുസരിച്ച് നിർബന്ധ ബാധ്യതയുമാണ്. അതുകൊണ്ട് ആ ഒരു ബോധ്യം അത് നമ്മുടെ കടമയാണ്, അള്ളാഹ് നമുക്ക് നൽകിയ സമ്പത്തിന്റെ ബാധ്യതയാണെന്നുള്ള തിരിച്ചറിവ് പ്രിയപ്പെട്ടവരെ നമ്മൾ തീരുമാനമെടുക്കണം. അതിനുവേണ്ടി ഒരുങ്ങണം. ബന്ധപ്പെട്ടവരുമായി നിങ്ങൾ സമീപിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത കർമ്മങ്ങളൊക്കെ അല്ലാഹു നമ്മൾ സ്വീകരിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കർമ്മങ്ങളും സദഖകളും ഈ പരിശുദ്ധമായ ഹജ്ജിന്റെ മാസം ദുൽഹിജ്ജ മാസങ്ങളിലൊക്കെ ഒരുപാട് നന്മകളെ കൊണ്ട് ധന്യമാക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.